ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മുടെ മീഷോ കുർത്തി ഹോൾ വീഡിയോ ആണ്. കുർത്തീസ് മാത്രമല്ല ഒന്ന് രണ്ട് നമ്മുടെ മാക്സി ടൈപ്പ് ഡ്രസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ ഡ്രസ്സും നല്ല അഫോർഡബിൾ എന്ന നല്ല ലുക്കുള്ളതും എലഗൻ്റ് ആയിട്ടുള്ള പീസസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു 5 ഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അത് 5ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഇതുപോലൊരു മാക്സി അല്ലെങ്കിൽ ഒരു ഗൗൺ ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതുപോലൊരു ബ്ലാക്ക് കളറിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഷിഫോൺ ആണ് കേട്ടോ. ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. ഞാൻ സൈസ് M ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മീഷോയിൽ ഇപ്പോൾ ഒരു 544 രൂപയാണ്. ഞാൻ വാങ്ങിയ ടൈമിൽ അത്രയും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മാക്സി ടൈപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ്. നമ്മുടെ ആ ഒരു ആംഗിൾ ലെങ്കിൽ കുറച്ച് എബോ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ നമ്മുടെ സ്ലീവ്സ് ഒക്കെ വന്നിട്ട് ഹാഫ് സ്ലീവ്, നോർമൽ സ്ലീവാണ്. ഇവിടെ എലാസ്റ്റിക് ഉണ്ട്. ഇത് കുറച്ച് എനിക്ക് ടൈറ്റാണ് കേട്ടോ. കുറച്ച് ടൈറ്റ് മീൻസ് കുറച്ച് എന്താ പറയുക, ഇടുമ്പോഴേക്കും ഒരു അൺകംഫർട്ടബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു എലാസ്റ്റിക് കുറച്ച് ടൈറ്റാണ്. അത് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഡ്രസ്സ്. പിന്നെ അതുപോലെ തന്നെ ഓൾട്രേഷൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നില്ല, കറക്റ്റ് സൈസായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതുപോലെ ഒരു മാക്സി ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്. ഇതുപോലെ പോൾക്ക ഡോട്ട്സ് വരുന്നതാണ് കേട്ടോ. നല്ലൊരു കളറാണ്. ഇതിൻ്റെ ഒരു ഓണിയൻ പിങ്ക് അല്ലെങ്കിൽ ഒരു ഡസ്റ്റി പിങ്ക് കളർ പോലത്തെയാണ്. സൈസ് M ആണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ലോങ് സ്ലീവ്സ് ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രേപ്പാണ് കേട്ടോ. ക്രേപ്പ് മെറ്റീരിയലാണ്. പ്രിൻറ്റഡ് പാറ്റേൺ ആണ്. നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ നമുക്ക് നല്ല ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നല്ല ഫിറ്റായിട്ട് തന്നെ കിടന്നോളും. അതുപോലെ തന്നെ ലോങ് സ്ലീവ്സ് ഉണ്ട്. ബാക്കിൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഇതുണ്ട്, ടൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും. അതായത് ഇതുപോലെ നമ്മുടെ ആംഗിൾ ലെങ്തിൻ്റെ ആ ഒരു എബോ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. ഞാൻ സൈസ് M ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 300 സംതിങ് ആണെന്ന് തോന്നുന്നു മീഷോയിൽ. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല എലഗൻ്റ് ആണ്. ബീച്ച് വിയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിപ്പം നമുക്ക് നല്ല ഇപ്പോൾ കുറച്ച് വണ്ണമുള്ളവർക്കായിരിക്കും, ബസ്റ്റ് സൈസൊക്കെ ഇച്ചിരി കൂടുതലുള്ളവർക്കാണെങ്കിൽ പോലും ഫർദർ ഓൾട്രേഷൻ്റെ ആവശ്യമില്ല. അത് നല്ല ഇലാസ്റ്റിക്കാണ്, നന്നായിട്ട് വലിഞ്ഞോളും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ്. ഇനി നമ്മുടെ തേർഡ് ഡ്രസ്സ് വന്നിട്ട് നമ്മളൊരു നോർമൽ റെഗുലർ കുർത്തയാണ്. ഇതിൻ്റെ ഒരു നെക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് നോക്കുമ്പോൾ ഭയങ്കര എന്താ വൈഡായിട്ടുള്ള നെക്കായിട്ട് തോന്നും, പക്ഷെ അത്ര വൈഡല്ല. പക്ഷെ ഞാൻ എടുത്തത് ലാർജ് ആയിപ്പോൾ എനിക്ക് മീഡിയം സൈസ് മതിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലാർജ് നെക്കായിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ കുറേ ഓൾട്ടർ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിച്ചത്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു കുർത്തയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ എന്താ കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ചൂടൊന്നും അങ്ങനെ എടുക്കുകയൊന്നുമില്ല. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. കുർത്ത മാത്രമല്ല, ഇതിൻ്റെ കൂടെ ബോട്ടവും ഉണ്ട്. നല്ല കളറും അതുപോലെ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ബോട്ടം പാൻറ്റ്. ഇവിടെ ഇലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഒരു ലേസൊക്കെ വരുന്നുണ്ട്. ആ ഒരു നെക്കിൽ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ സൈസ് കറക്റ്റ് നോക്കി എടുത്തോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നെക്ക് ഭയങ്കര ഡീപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഒത്തിരി ഓർഡർ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് എടുക്കണ്ട. അതിനേക്കാളും നല്ലോണം സൈസൊക്കെ നോക്കി എടുത്തോളൂ. സൈസ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നോർമൽ റെഗുലർ കുർത്തയാണ്. നമുക്ക് ഓഫീസ് വെയർ അല്ലെങ്കിൽ കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. നല്ല എലഗൻ്റ് ലുക്കാണ്. പിന്നെ നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇനി നമ്മുടെ ഫോർത്ത് ഡ്രസ്സ് വന്നിട്ട് ഇതുപോലൊരു അനാർക്കലി മോഡൽ ഡ്രസ്സാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമുള്ളൊരു അനാർക്കലി മോഡൽ ഡ്രസ്സാണ്. ബാക്കിൽ ഇതുപോലെ ടൈ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇതും ലാർജ് ഓർഡർ ചെയ്തു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമുക്കിങ്ങനെ മീഡിയം വല്ലതും ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ സൈസ് കുറച്ചുകൂടി ചെറുതാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാർജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓർഡറെങ്കിലും ചെയ്തെടുക്കാമല്ലോ. അതെന്ന് വെച്ചിട്ടാണ് ഞാൻ പലതും ലാർജ് തന്നെ ഓർഡർ ചെയ്ത് പണി കിട്ടി. ഇപ്പോൾ ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടാണ് ഇതൊന്ന് ശരിയാക്കി എടുത്തത് കേട്ടോ. ഭയങ്കര ലാർജായിരുന്നു. എനിക്ക് മീഡിയം മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഒരു അനാർക്കലി മോഡൽ ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ ഷോള് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ബോട്ടം ഒന്നുമില്ല.
അതുപോലെ തന്നെ നല്ല പ്രിൻസാണ്, നല്ലൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഒരു പ്രിൻസാണ് വരുന്നത്. ജോർജറ്റ് മെറ്റീരിയലാണ്, അതുകൊണ്ട് കുറച്ച് ചൂടുണ്ടാവും കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് നമ്മുടെ ആങ്കിൾ ലെങ്ത് വരെ കിടക്കും കേട്ടോ, നമ്മുടെ ആ ഒരു ആങ്കിൾ വരെ, ഫീറ്റ് വരെ ഇതുണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്കൊരു ദുപ്പട്ടയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഷോള് വന്നിട്ട്, അതിൻ്റെ എഡ്ജസിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ലേസ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. ഷോള് ഒത്തിരി ലെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഭയങ്കര ലെങ്ത് ഇല്ല, ഒരു മീഡിയം സൈസ് മീഡിയം ഒരു ലെങ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും വലിയൊരു കുഴപ്പമില്ല, നമുക്കൊരു മീഡിയം ലെങ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. ഷോളിൽ ഇതുപോലെ പ്രിൻസ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ പ്രിൻസ് ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ ഇടുമ്പോഴേക്കും. ഇനി ഇതേ നമ്മുടെ ഫൈനൽ ഡ്രസ്സാണ് ഈ ഒരു ആലിയ കട്ട് വരുന്ന ഈ ഒരു കുർത്ത. ഇതിനെനിക്ക് ഞാൻ പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. കണ്ടിട്ട് മാത്രമല്ല, ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ആലിയ കട്ട് നെക്ക് വരുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്, ഒരു വയലറ്റ് കളറാണ് കേട്ടോ. നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് എല്ലാം കാണുന്നത്, പക്ഷേ ശരിക്കും ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ്. നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 500 സംതിങ് ആണ്. എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 3/4 ആയിട്ടുള്ളൊരു സ്ലീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് ആങ്കിൾ ലെങ്ത് വരെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊരു സിൽവർ വെച്ചിട്ടുള്ളൊരു ലേസ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഷോളും വന്നിട്ടുണ്ട്. ഷോൾ എനിക്ക് തോന്നുന്നു ഇതൊരു എന്ത് മെറ്റീരിയൽ ആണെന്ന് അറിയില്ല, നല്ല സോഫ്റ്റ് കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ്, നൈലോൺ ആണോ എന്നറിയില്ല. ഇതിൻ്റെ എഡ്ജസിലായിട്ട് ഇതുപോലെ സിൽവർ വെച്ചിട്ടുള്ള ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ്, അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തയാണ്, നല്ല കളറുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ആ ഒരു കുഞ്ഞ് മറ്റേ സിൽവറിൻ്റെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലോറൽ പ്രിൻസാണ് വരുന്നത്, നല്ല ഈ പൂക്കളും കൈകളും ഒക്കെ വരുന്നുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ ഇടുമ്പോഴേക്കും. അപ്പോൾ ഇത്രയും ഒരു 5 ഡ്രസ്സാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കൂട്ടത്തിൽ എനിക്കൊരു പണിയും കൂടെ കിട്ടി കേട്ടോ, അതും കൂടി ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ കിട്ടിയ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുർത്ത കണ്ടോ, സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാത്തൊരു സാധനം നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. അന്നേരത്തെ എൻ്റെ ബ്രദറായിരുന്നു കേട്ടോ പേയ്മെൻറ്റ് ചെയ്തത്. അവൻ എൻ്റെ ഫോൺ എടുത്ത് അവൻ പേയ്മെൻറ്റ് ചെയ്ത് പോയി. അവൻ കരുതി ഞാനായിരിക്കും ഓർഡർ ചെയ്തതെന്ന് വിചാരിച്ചിട്ട്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇതിന് എത്രയായിരുന്നു, 250 അങ്ങോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്, നല്ലൊരു കുർത്തയാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് വന്നിട്ട് XXL ആണ് ഗൈസ്. ഞാൻ എങ്ങനെ ഇടാനാണ്, മീഡിയം സൈസുള്ള ഞാൻ ഈ XXL എങ്ങനെ ഇടാനാണ്? ഇത് എങ്ങനെ ഓൾട്ടർ ചെയ്താലും എനിക്ക് റെഡിയാവും തോന്നുന്നില്ല. എന്നാലും ഞാൻ ഓൾട്ടർ ചെയ്യാം. പക്ഷേ കറൻ്റ്ലി ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. പക്ഷേ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരെല്ലാം സെൻഡ് ചെയ്തതാണ്, പക്ഷേ ശരിക്കും അഡ്രസ്സൊക്കെ റോങ് ആയിരുന്നു. പ്രീവിയസ്ലി വന്ന ഒരെണ്ണവും എനിക്ക് റോങ് അഡ്രസ്സിലായിരുന്നു കിട്ടിയത്, പക്ഷെ അത് മീഷോയിൽ നിന്നായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് മീഷോയിൽ നിന്ന് സെൻഡ് ചെയ്തതാണെന്ന്. പക്ഷേ അറിയാതെ ഞാൻ പേയ്മെൻറ്റും കൊടുത്തുപോയി, അത് അവർക്ക് റീഫണ്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ കുറേ കോൺടാക്റ്റൊക്കെ ചെയ്തു, പക്ഷേ ഒരു രക്ഷയില്ല. പിന്നെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ അങ്ങ് സമാധാനമായി, നല്ല ഭംഗിയുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നമുക്ക് അമ്മയ്ക്കെങ്കിലും കൊടുക്കാമല്ലോ. പക്ഷേ എൻ്റെ അമ്മയൊന്നും ഇത്രയും ഒരു റിച്ച കളറുള്ളതൊന്നും ഇടില്ല. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി സംഭവം, ഞാനൊന്ന് ഓർഡർ ചെയ്ത് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഓർഡർ ചെയ്യാത്ത സാധനം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഡെലിവറി ഏജൻറ്റിനും അറിയില്ല, മീഷോയ്ക്കും അറിയില്ല. പക്ഷേ സംഭവം കൊള്ളാം, പക്ഷേ എന്താ പറയുക, സൈസ് XXL ആയിപ്പോയി. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കിട്ടിയൊരു കുഞ്ഞു പണി കേട്ടോ. ഇതുവരെ എനിക്ക് മീഷോന്ന് അങ്ങനെ ഒരു റോങ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാത്തൊരു സംഭവമാണ് എനിക്ക് റിസീവ് ആയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മണ്ടത്തരത്തിന് നമ്മളത് പേയ്മെൻറ്റ് കൊടുത്തും പോയി, അതായിരുന്നു വിഷയം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുർത്ത. ഈ നെക്ക് ഏരിയയിൽ മാത്രം ഇങ്ങനത്തെ കുറച്ച് വർക്ക് വന്നിട്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കളർ പേഴ്സണലി നല്ല ഇഷ്ടമാണ്. വേറെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ, ബാക്കിലൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൈസ് ഇങ്ങനത്തെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. എനിക്കറിയില്ല ഇത് എങ്ങനെയാണോ എന്തോ, ഞാൻ ഓർഡർ ചെയ്യാത്ത സാധനമൊക്കെയാണ് എൻ്റെ വീട്ടിൽ വന്ന് അതറിയാതെ പേയ്മെൻറ്റും ചെയ്തു പോയി, മണ്ടത്തരം കാണിച്ചു. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും മീഷോയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ആപ്പിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്.
അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും ഇതിൻ്റെ ലിങ്കൊന്നും എനിക്ക് കിട്ടില്ല, കാരണം ഇത് ഞാൻ ഓർഡർ ചെയ്യാത്ത സംഭവമാണ്, ഇതിൻ്റെ ലിങ്കൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ബാക്കി എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടും. ഇനി നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ, കാരണം ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും റേറ്റ് ഇങ്ങനെ കൂടി വരുന്നു കേട്ടോ. ഞാൻ വാങ്ങിയ സമയത്ത് നല്ല അഫോർഡബിൾ ആയിട്ടായിരുന്നു ഓരോന്ന് കിട്ടിയത്. ഇപ്പോൾ കുറച്ചൊക്കെ റേറ്റ് കയറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഓക്കെ, ബൈ.